ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് തിരക്കിലായി പോയി. ജോലിയായാലും വീട്ടിലെ കാര്യങ്ങളായാലും അങ്ങനെ കുറച്ച് തിരക്കായത് കാരണം ഒന്നും ഇടാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒട്ടവയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ പോകാൻ ഇടയുണ്ടായി. അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. ഒട്ടവയിൽ ഞങ്ങൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത വേറൊരു ഫ്രണ്ടായിട്ടുള്ള ഡിംപിളിന്റെ കൂടെ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് പോയി. അപ്പം ഈ കാണുന്നത് ഓട്ടോവയിലെ ക്രിസ്മസ് മാർക്കറ്റാണ്. അവിടെ ഒത്തിരി ഒത്തിരി ചെറിയ കടകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഒരു വോഫിൾസിന്റെ കടയാണ്. ആ, പിന്നെ ഞങ്ങൾ അതിലെ കൂടെ നടക്കുന്ന വഴിക്കൊക്കെ ഈ സ്നോ ഇങ്ങനെ നല്ലതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ക്രിസ്മസ് മാർക്കറ്റിന്റെ ഫീല് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതുപോലത്തെ സോഫ്റ്റ് സ്നോ ഫോൾ ചെയ്യുന്ന ടൈമിൽ തന്നെയാണ്. ആം, പല പല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകൾ, ചെറിയ ലോക്കലായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ വിൽക്കുന്നത്. ഇത് സെന്റഡ് ക്യാൻഡിൽസിന്റെ ഒരു സ്റ്റോറാണ്. ഇവിടെ തന്നെ ലോക്കലി ആൾക്കാരുണ്ടാക്കുന്ന സെന്റഡ് ക്യാൻഡിൽസ് ആണ്. ആം, അത് വന്നിട്ട് ചീസ് കേക്കിന്റെ ഒരു സ്റ്റോറാണ്. തടി കൂടുന്ന കാരണം ചീസ് കേക്ക് കഴിക്കാൻ ഒരു താല്പര്യം ഇപ്പം ഇല്ല കേട്ടോ. പിന്നെ ഇത് സോക്സിന്റെ ഒരു സ്റ്റോറാണ്. അതായത് ഇതുപോലത്തെ ഫങ്കി കളർഫുൾ സോക്സസ് ഞങ്ങളുടെ എക്സ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു ഫേവറേറ്റ് തിങ് ആയിരുന്നു. അന്ന് മുതൽ ആൾക്കാർ ഇതിനെ ഏറ്റെടുത്ത് അതിവിടെ നല്ല രീതിയിൽ ചെലവാകുന്നുണ്ട്. ഇത് ഒരു കോഫി ഷോപ്പാണ്. സ്ലേയുമായ ഒരാൾ അവിടെ കോഫി കടയിലെ ആൾക്കാരുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ സ്ലേ കൊണ്ട് പോകുന്നത് അയാളുടെ കുട്ടിയെ സ്നോയില് സ്ലേ റൈഡ് ചെയ്ത് കളിപ്പിക്കാനായിട്ടാണ് കേട്ടോ. ഇത് എന്തോ ഒരു സ്റ്റോറാണ്. ഞാൻ അതിനകത്തോട്ട് കയറില്ല. ഒരു ഇന്ത്യക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡൻ കാർവിങ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലത്തെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ളൊരു ഷോ പീസാണ്. ഞാനും ഇങ്ങനത്തെ ഒരു ഷോ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അത് കാരണം ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല. ഇതുപോലൊരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയപ്പോഴാണ് ഞാനത് മേടിച്ചത്. എന്തായാലും നല്ല തണുപ്പായത് കാരണം എന്തെങ്കിലും ചൂടായിട്ട് ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ചോക്ലേറ്റോ കുടിക്കണം തോന്നി. അപ്പം അതാ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ കട ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഹോട്ട് ചോക്ലേറ്റ് അവിടെ പോയി ഓർഡർ ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. ലൈനപ്പ് നല്ല നീളത്തിലും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ട് ചോക്ലേറ്റ് കിട്ടി. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മുകളിൽ ടോർച്ച് ഉപയോഗിച്ച് ആ പെണ്ണ് കുറച്ച് കാരമലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഒഴിച്ചിരിക്കുന്ന ക്രീം കാരമലൈസ് ചെയ്ത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാണാനും ഒരു എസ്തെറ്റിക് ലുക്കാണല്ലോ, ഒരു റസ്റ്റിക് ഹോട്ട് ചോക്ലേറ്റ് ലുക്ക്. അതിൻ്റെ അകത്ത് ഒരു ചോക്ലേറ്റ് സ്റ്റിക്ക് കൂടി ഇട്ടിട്ട് ഞങ്ങൾക്ക് അത് തന്നു. ഇറ്റ് വാസ് റിയലി യമ്മി. അപ്പം അതാ തണുപ്പ് മാറ്റാനായിട്ട് ഇങ്ങനെ കനൽ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ആൾക്കാർക്ക് നല്ല തണുത്തിരിക്കുമ്പോഴത്തേക്ക് ഈ കനലിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കാനൊരു പ്രത്യേക സുഖമാണ്. ഓൾറൈറ്റ്, അപ്പം കാനഡയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൻ്റർ ടൈമിൽ ഇവിടെ നമ്മുടെ മേപ്പിൾ സിറപ്പ് കൊണ്ടൊരു സംഭവം ഉണ്ടാക്കും ഇവർ. മേപ്പിൾ ടാഫി എന്നാണ് പറയുന്നത്. സോ ഇത് നോർമലി ഉണ്ടാക്കുന്നത് ഷുഗർ ഷാക്ക് എന്ന് പറയുന്ന ഈ ചെറിയ കടകൾ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഒരു മേപ്പിൾ ടാഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിന് ബോയിലിംഗ് ആയിട്ടുള്ള മേപ്പിൾ സിറപ്പ് ഇങ്ങനെ റിബൺ പോലെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഐസിൻ്റെ അല്ലെങ്കിൽ സ്നോയുടെ പുറത്തിങ്ങനെ ഒഴിക്കും. പെട്ടെന്ന് തന്നെ അത് കട്ടിയാവുമല്ലോ. അപ്പം നമ്മളൊരു ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങനെ ഉരുട്ടി ഒരു ഐസ് സ്റ്റിക്ക് പോലെ ആക്കി ഒരു മുട്ടായി പോലെ നമുക്കിങ്ങനെ സക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വെരി സ്വീറ്റ്. ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. ഇപ്പം ഒരു ചെറിയ ഷുഗർ ഡയറ്റിലായത് കാരണം മേപ്പിൾ ടാഫി ഈ പ്രാവശ്യം ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തു. നോർമലി ഞാൻ കഴിക്കാറുണ്ട്. സോ ഇത് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ മറ്റേ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ടുള്ളൊരു ചെറിയ ടണൽ പോലത്തെ ലൈറ്റ് ടണൽ എന്നവർ പറയുന്ന സംഭവമാണ്.
ഇതിൽ കൂടെ കടന്ന് നമ്മൾ അപ്പുറത്തെത്തുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വേറെ കുറേ സ്റ്റോഴ്സ് ഉണ്ട്. ചില സ്റ്റോഴ്സിലൊക്കെ ആൽക്കഹോളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോളിക് ബെവറേജസ്. പിന്നെ ഇതുപോലത്തെ ക്രിസ്മസ് മാർക്കറ്റുകളിലൊക്കെ ഒരു കോർണറിൽ സാന്റായിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാവും. അപ്പം അവിടെ പിള്ളേരും ഫാമിലിയൊക്കെ കൂടെ ചേർന്ന് പോയിട്ട് സാന്റയുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് ഞാനിങ്ങനെ തപ്പുമായിരുന്നു, കാണുന്നില്ല. അപ്പം അതാ ചായക്കട, ചായ് ഗൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ചായകളാണ്. പലതരത്തിലുള്ള സാഫ്രൻ കടക് ചായ ഉണ്ട്, ഡേർട്ടി കടക് ചായ ഉണ്ട്, ഹോട്ട് ചോക്ലേറ്റ് അവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പല പല തരത്തിലുള്ള ചായകൾ അവിടെ വിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എന്തായാലും ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച സ്ഥിതിക്ക് ചായ കുടിക്കേണ്ടെന്ന് വെച്ചു. എന്നാലും ആ സാന്റയുടെ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അതാ വീണ്ടും ഒരു തീക്കനൽ കണ്ടു. ഞങ്ങളവിടെ കുറച്ച് നേരം ചൂടൊക്കെ കൊണ്ട് തണുപ്പൊക്കെ മാറ്റി പിന്നെയും നടന്നു. ഇറ്റ്സ് ആക്ച്വലി എ ഹ്യൂജ് പ്ലേസ് ദിസ് ക്രിസ്മസ് മാർക്കറ്റ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സംഭവം എത്തിയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മുടെ സാന്റ ഇരിക്കുന്നത്. ലോങ് ലൈനപ്പ് കാണുന്നുണ്ടോ? അത് സാന്റയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആ എന്താ പറയുക, ചെറിയ ഒരു ക്യാബിൻ പോലെ വെച്ചിരിക്കുന്നത് കണ്ടോ, അതിനകത്താണ് സാന്റ ഇരിക്കുന്നത്. അപ്പം സാന്റയുടെ കൂടെ നിന്ന് അവർക്ക് ക്രിസ്മസ് ഫാമിലി ഫോട്ടോസ് എടുക്കാനായിട്ടാണ് ഈ ലൈനപ്പ്. പിന്നെ നിങ്ങൾക്ക് സാന്റയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഇടാം. സോ ക്രിസ്മസിൻ്റെ അന്ന് സാന്റ നിങ്ങളുടെ വീട്ടിൽ ആ ഗിഫ്റ്റ് വെച്ചിട്ട് പോകും എന്നാണ് പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു പരിപാടി. അല്ലാതെന്താ, സോറി, അതങ്ങനെ പറയാൻ പാടില്ല. കൊച്ചുകുട്ടികൾ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞ Santa is real. He's gonna come to you and going to give you some beautiful Christmas gifts. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ ദേ ആ കണ്ട പൊട്ടാറ്റോ സ്രിൽഡ് അല്ലെങ്കിൽ ട്വിസ്റ്റർ ഫ്രൈസ് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ചങ്ങോട്ട് മാറി നോക്കിയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ സ്കേറ്റ് ചെയ്യുന്ന കണ്ടു. ഞങ്ങളുടെ ഫ്രൈസ് വന്നു. ഇറ്റ് വാസ് നൈസ്. പല ഫ്ലേവേർഡേ ഉണ്ട്. ഞാൻ ബേസിക്കാണ് വാങ്ങിച്ചത്. ബട്ട് യു ക്യാൻ ആഡ് ഹെർബ്സും ലെമണും അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ട്വിസ്റ്റഡ് ഫ്രൈസ് ഉണ്ട്. ദിസ് ഇസ് എ സ്ലേ. അതും ഒരു ഫോട്ടോ പോയിൻ്റാണ്. ആൾക്കാർക്ക് അവിടെ വന്നിട്ട് ക്രിസ്മസ് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരുന്നും അതിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു എൻഡ് ആയപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. ഫാമേഴ്സ് മാർക്കറ്റ് എവറി വീക്കെൻഡിൽ കാനഡയിലുള്ള എല്ലാ സിറ്റീസിലും ഉള്ളതാണ് ഫാമേഴ്സ് മാർക്കറ്റ്. ഐ ബിലീവ് ഇൻ യൂറോപ്പ് ആൻഡ് US ഓൾസോ ഇറ്റ്സ് എ സെയിം. പോയിട്ടില്ല അവിടെ ഒന്നും, അവിടുത്തെ ഫാമേഴ്സ് മാർക്കറ്റിൽ. അപ്പം ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പ്രൊഡ്യൂസുകൾ ആൾക്കാർ വീക്കെൻഡിൽ വന്ന് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പോയി കണ്ടാലോ. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ദി ലാൻസ്ഡൗൺ ഫാമേഴ്സ് മാർക്കറ്റ് ഇൻ ഓട്ടവ. അത് പറഞ്ഞപ്പോഴാണ് ലാൻസ്ഡൗൺ ക്രിസ്മസ് ട്രീ ആണ് ഏറ്റവും ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ ഇൻ ഓട്ടവ ഫോർ ദിസ് ഇയർ എന്നാണ് കേട്ടത്. It's a huge farmers market, as you see. There's a lot of things for sale here, like vegetables, fruits. I believe there should be meat as well, some point or somewhere. ക്രിസ്മസിൻ്റെതായിട്ടുള്ള കുറച്ച് സെയിൽസ് ഉണ്ട്. ലൈക്ക് ഡോറിലൊക്കെ വെക്കുന്ന റീത്ത് they have some pickles. Look, it's a huge Christmas market അല്ലേ. സോറി, ക്രിസ്മസ് മാർക്കറ്റിന് ഹാങ് ഓവർ ഇതുവരെ മാറിയില്ല. ഫാമേഴ്സ് മാർക്കറ്റ്. ഇത് സ്കോൺസ് ആണ്. മാംഗോ, ലെമൺ, ബ്ലൂബെറി അങ്ങനെ പല ഫ്ലേവർ സ്കോൺസ് ഉണ്ട്.
ഈ ഹീറ്റർ മേളിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ. അത് കാരണം നല്ല വാം ടെമ്പറേച്ചറാണ് അകത്ത്. സോ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വിയർക്കാനൊക്കെ തുടങ്ങും. അതുപോലെ വാമായിരുന്നു അകത്ത്. ഇത് കണ്ടോ, ഒരു തരം ഓറഞ്ചാണേ. അതിൻ്റെ മേൽഭാഗം കണ്ടോ ഒരുമാതിരി ചൊറി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ബ്രോക്കോളിയോ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷെ ബ്രോക്കോളി എന്തെങ്കിലും ഉരുണ്ടിരിക്കുന്നത് നോക്കിയപ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്ന ഓറഞ്ച് എന്ന്. ഇത് നല്ല ഹോം മെയ്ഡ് മേപ്പിൾ സിറപ്പാണേ. 250 milligrams $10 എന്നുള്ള നിരക്കിലാണ്. ഈ മേപ്പിൾ സിറപ്പിൻ്റെ കുപ്പി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫാമേഴ്സ് മാർക്കറ്റിലെ അവസാനത്തെ സ്ഥലമായ ഷേവിങ് സെറ്റ് വിൽക്കുന്ന കട, പഴയ ആൻറ്റിക് ഷേവിങ് സെറ്റാണ്. അപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റിനോട് ഞങ്ങൾ അങ്ങനെ വിട പറഞ്ഞിട്ട് ഓട്ടോയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് സുബിൻ പറഞ്ഞു ഇവിടെ ബൈവുഡ് മാർക്കറ്റിൽ ഒരു ലേസർ ലൈറ്റ് ഷോ ഉണ്ടെന്ന്. അപ്പോൾ അതും കണ്ടേച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. നല്ല മ്യൂസിക്കിൻ്റെ കൂടെ ഈ ലേസർ മൂവി എന്ന് കാണാനൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. സിംഗപ്പൂരിൽ പണ്ട് താമസിച്ചിരുന്നപ്പോഴത്തേക്കും ഇതുപോലെ ഒത്തിരി ലേസർ ഷോസ് കണ്ടിട്ടുള്ള കാരണം എന്നെ പതുക്കെ ഈ ലേസർ ഷോ സിംഗപ്പൂരിലെ ദിവസങ്ങളിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയായിരുന്നു. അതുപോലെ ഒരു തണുപ്പൊക്കെ ആണെങ്കിലും അത് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു. ബാക്കി ഫ്രണ്ട്സിനെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് മീറ്റ് ചെയ്യാനായിട്ട് ഈ ബൈവുഡ് മാർക്കറ്റിൽ വരാൻ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ വെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്തു. ഇവിടെ പറഞ്ഞ് പല വഴിക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ തിരിച്ച് മോൺട്രിയലിലേക്കും അവരെല്ലാം ഓട്ടോയിൽ അവരുടെ വീടുകളിലേക്കും. സോ എൻ്റെ ഓട്ടവ ക്രിസ്മസ് മാർക്കറ്റ് വ്ളോഗ് ഇവിടെ തീരുവാണ്. ഇതുവരെ കണ്ടുനിന്ന എല്ലാവർക്കും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ ചാനൽ അത്ര വ്യൂവേഴ്സൊന്നുമില്ല. നല്ല കോണ്ടൻറ്റ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. This is going to be an average small vlog, but I am looking forward to having more travel trips planned so that we could have more to show. ഞാൻ ലോക്കലിക്ക് കാനഡയിലാണെങ്കിലും പുറത്തെവിടെയെങ്കിലും ആണെങ്കിലും ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. So keep watching. Shower your amazing support which you've always did to me. Please continue to do that. And I love you all. I hope you all are fine too. ഈ വ്ളോഗിൽ ഞാൻ എന്നെ അധികം കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. സോ വ്ളോഗിൻ്റെ വീഡിയോസ് പെട്ടെന്ന് ഷൂട്ട് ചെയ്താൽ നിങ്ങളൊക്കെ കാണിക്കാമല്ലോ എന്ന് ഓർത്തു. സോ ഞാൻ നേരിട്ട് നോക്കി ഫോണിൽ സംസാരിച്ചാൽ ഈ സ്നോയുടെ ഇടയ്ക്ക് ഇറ്റ് വിൽ ബി വെരി ഡിസ്ട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഒത്തിരി ഉള്ളത് കാരണം ഞാൻ എന്നെ അധികം കാണിച്ചില്ല. സോ എൻജോയ് ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് ദ ലേസർ ഷോ. Until my next vlog, see you soon. Bye bye. Thanks for watching.